നിൽക്ക് റാം. ഇന്നലെ ഞാൻ അത്രയൊക്കെ സംസാരിച്ചിട്ടും വീണ്ടും എന്താ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത്? എന്താ ഇവർക്ക് സംഭവിച്ചത്? ഈ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അവർക്കെതിരെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ദേ വിൽ ടേക്ക് ലീഗലി ആക്ഷൻസ്. ഹലോ, വി ആർ ഫ്രം മെഡിക്കൽ കൗൺസിൽ. ഹലോ സർ. ഡോക്ടർ അനന്തലക്ഷ്മി ഇവിടെ ഉണ്ടോ? സർ, ഡോക്ടർ വെക്കേഷനിലുള്ളത്. ഇന്ന് ക്ലിനിക്കിലേക്ക് വരില്ല. ഷീ ഹാസ് ടു കം. അവർ വന്നില്ലെങ്കിൽ അവരുടെ പ്രാക്ടീസിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരും. ഷീ കാൻ റൺ ദ ഹോസ്പിറ്റൽ. Here is the notice. ഓക്കെ സർ, ഞാൻ ഉടനെ ഡോക്ടറോട് സംസാരിക്കാം. പ്ലീസ് ഗീവ് മീ എ മിനിറ്റ്. ഓക്കെ. യെസ് മെദ. ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കൗൺസിൽ അതോറിറ്റി വന്നിട്ടുണ്ട്. മെഡിക്കൽ കൗൺസിലോ? മാഡത്തിനെ ഉടനെ മീറ്റ് ചെയ്യണമെന്നാ പറഞ്ഞ്. മാഡം വന്നില്ലെങ്കിൽ മാഡത്തിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞ്. അതിനുള്ള നോട്ടീസ് അവരുടെ കയ്യിലുണ്ട്. എന്റെ ലൈസൻസ് അവരെന്തിനെ ക്യാൻസൽ ചെയ്യുന്നേ? പ്ലീസ് മാനേജ് ദ സിറ്റുവേഷൻ. ഐ വിൽ ബി ദേർ. ഓക്കെ ഡോക്ടർ. Hey Ram. ഹായ് ശ്യാം. Sorry to meet you outside, man. ആക്ച്വലി ഞാൻ നിന്നോടാ സോറി പറയേണ്ടത്. ഇന്നലെ രാത്രി മുഴുവൻ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. It's okay. അതുപോലെ നിന്റെ ഇൻഫ്ലുവൻസ് വർക്കൗട്ട് ആയിട്ടുണ്ട്. മെഡിക്കൽ കൗൺസിൽ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഓ നൈസ്. താങ്ക് യു സോ മച്ച് റാം. നിന്നോട് എത്ര താങ്ക്സ് പറഞ്ഞാലും കുറഞ്ഞു പോകും. നീ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ താങ്ക്സ് എല്ലാം ഒരുമിച്ച് എപ്പോൾ പറയാനാ ഞാൻ പറഞ്ഞത്? ആദ്യം നിന്റെ മകളെ കിട്ടട്ടെ, എന്നിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? ഇപ്പം എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ മകളെ എന്തായാലും എനിക്ക് കിട്ടുമെന്ന്. ഇന്നലെ അനന്തലക്ഷ്മി എന്നോട് സംസാരിച്ച രീതി വെച്ച് ഇതിനി ഒരിക്കലും നടക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല ശ്യാമേ. ഈ ഡോക്ടർ അനന്തലക്ഷ്മി എന്തിനാ നിങ്ങളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞത് അവരാ. അത് പറഞ്ഞതും പോരാ, നിങ്ങൾ രണ്ടുപേരും എന്തോ തെറ്റ് ചെയ്തതുപോലെ സംസാരിക്കുന്നത്. അതെന്താ? ശാലിനി ചെയ്ത തെറ്റാണ് റാം. അതുകൊണ്ടാണ് ലക്ഷ്മിക്ക് ഞങ്ങളുടെ അടുത്ത് ഇത്രയധികം ദേഷ്യമുള്ളത്. ബട്ട് ഞാനിപ്പോൾ നിന്നോട് ഈ കാര്യം പറഞ്ഞാൽ നീ ഞങ്ങളെ ഭയങ്കര ചീപ്പായി കാണൂലേ? ആദ്യം എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ഒന്നറിയട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം പറയാം. ആൻഡ് വൺ മോർ തിങ്, ഡോക്ടർ അനന്തലക്ഷ്മി ആണെങ്കിൽ നിന്റെ കുഞ്ഞിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല. ആക്ച്വലി അവർ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാണ്. ഇൻഫാക്ട് മേമയായിട്ട് അവർ അത്രയും ക്ലോസ് ആണ്. അറ്റ്ലീസ്റ്റ് ആ കാരണം കൊണ്ടെങ്കിൽ അവർക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ എന്നോട് ഷെയർ ചെയ്യാൻ പാടില്ലേ? സോറിടാ, ഞങ്ങൾ കാരണം നിനക്ക് നല്ലൊരു ബന്ധം നഷ്ടപ്പെട്ടു. ചേച്ചേ, അങ്ങനെയൊന്നും ഇല്ലടാ. പക്ഷേ അനന്തലക്ഷ്മിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു പരാതിയും തന്നെ ഇല്ല. പക്ഷെ നിന്റെ കാര്യത്തിൽ നിന്നോട് എന്തിനാ അവർ ഇങ്ങനെ കാണിക്കുന്നത് പോലും മനസ്സിലാവുന്നേ ഇല്ല. ഇൻഫാക്ട് അവർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞ് നിന്നെ വാൺ ചെയ്തപ്പോഴാണ് ലീഗൽ ആക്ഷൻസ് എടുക്കാവുന്ന ഒരു ഐഡിയ എനിക്ക് വന്നത്. അത്രയും നേരം ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ലടാ. എനിവേ, ലെറ്റ്സ് ഗോ മീറ്റ് ഹെർ നൗ. അതോറിറ്റി ആക്ഷൻ എടുക്കുമെന്നൊക്കെ പറയുമ്പോൾ മേ ബി ഷീ മൈറ്റ് ഹെൽപ്പ് us. ആഘോഷങ്ങൾ, ആരവങ്ങൾ, ഇത് മലയാളക്കരയുടെ സ്വന്തം. ഇതേവനത് പരമറാസ്കൽ. എനിക്ക് ഇങ്ങോട്ട് ഫോൺ ചെയ്യുന്നോ? ഹലോ, എന്ത് ചെയ്യാനാടാ നിന്റെ ഉദ്ദേശം? ഇവിടെ ഞാനൊരു കാര്യം ഏൽപ്പിച്ചിട്ട് നീ പോയി റാമിന്റെ വീട്ടിൽ നിൽക്കുന്നു. രണ്ട് തോണിയിൽ ഒരുമിച്ച് കാല് വയ്ക്കാൻ നിൽക്കണ്ട. നിന്റെ ബുദ്ധി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറിയാലോ അല്ലേ? അറിയാമെങ്കിൽ പിന്നെ അങ്ങ് നടക്കട്ടെ. ഐ ഡോണ്ട് കെയർ. റാമേ എന്റെ അളിയനാടാ, മനസ്സിലായോ? ഞാൻ എന്റെ സ്വന്തം അളിയന്റെ വീട്ടിലേക്ക് എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഒക്കെ പോകും, ഇഷ്ടമില്ലാത്ത പോയിട്ട് പോകുകയില്ല. നിനക്ക് ഇതൊക്കെ ആയിട്ട് എന്താടാ ബന്ധം? വെറുതെ ചൊറിയാൻ നിൽക്കല്ലേ നീ. ചൊറിഞ്ഞാൽ എന്താടാ? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടോ. ശരിക്കുള്ള കളി ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അവളോട് ചെന്ന് പറഞ്ഞേക്ക്, രുദ്രപ്രതാപ് ഈസ് കമ്മിങ് സൂൺ.
വെച്ചിട്ട് പോടാ. നമ്മളെയാ പേടിപ്പിക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം. സോറി, നിങ്ങളെ രണ്ടുപേരെയും കുറച്ച് വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നു. സർ, ദർ മസ്റ്റ് ബി സം മിസ്അണ്ടർസ്റ്റാൻഡിങ്. എന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ മാത്രമുള്ള തെറ്റ് ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യുന്നത് തെറ്റല്ലേ ഡോക്ടർ? ഏത് പേഷ്യന്റിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഡെലിവറി കഴിഞ്ഞ കുഞ്ഞിന്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ കയ്യിലുണ്ടാവില്ലേ? ഉണ്ട്. കുട്ടിയുടെ പാരന്റ്സ് കുട്ടിയുടെ ഡീറ്റെയിൽസ് മറച്ചു വെക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. യു ഹാവ് ടു ബി ട്രാൻസ്പെറന്റ് അനന്തലക്ഷ്മി. റാമിന്റെ പണിയായിരുന്നു ഇതല്ല സർ. ഞാൻ എന്റെ എത്തിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കംപ്ലൈന്റ് തന്നത് റാം എന്ന് പറയുന്ന ആളല്ലേ? ശ്യാമാൻ ശാലിനി സറോഗസി ത്രൂ ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിച്ചിരുന്നു. ആൻഡ് അവരിപ്പോ സറോഗേറ്റ് മദറിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ആസ് പെർ സറോഗസി റൂൾസ് എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും റിവീൽ ചെയ്യാൻ കഴിയില്ല. ആൻഡ് വാട്ട്സ് റോങ് ഇൻ ദിസ്? അവരുടെ കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. നോ സർ, ഞാൻ ഒരു കുഞ്ഞിനെയും അവരുടെ അമ്മയിൽ നിന്ന് അകറ്റിയിട്ടില്ല. ജസ്റ്റ് വെയിറ്റ് എ മിനിറ്റ്. നോക്കൂ, ഇത് കോൺട്രാക്ട് പേപ്പേഴ്സ്. Guys, please don't wait for my instructions. You please go ahead with it, okay? Yeah, thank you. ഓഫീസിൽ നിന്ന് 2 ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ഇതാ പ്രശ്നം. എല്ലാ ഡീലിങ്സും എനിക്ക് ഫോണിൽ കൂടെ ചെയ്യേണ്ടി വരും. സോറി, ഞാൻ കാരണമാണ് എനിക്ക് ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടാവുന്നത്. ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് അശോകൻ ഇതുവരെ ഓഫീസിൽ വന്നില്ലല്ലോ, അതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓ, സീത എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. പ്ലീസ് കോൾ ബാക്കോ. ശ്യാമേ, നീ അകത്തേക്ക് ചെല്ല്. സീത മെസ്സേജ് ചെയ്തിട്ടുണ്ട്, കോൾ ബാക്ക് ഇമ്മീഡിയറ്റ്ലി എന്ന്. സാധാരണ ഇങ്ങനെ മെസ്സേജ് അയക്കാറില്ല. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. സറോഗസി ത്രൂ ഒരു കുഞ്ഞുണ്ടായാൽ സറോഗേറ്റ് മദർ ആ കുഞ്ഞിന്റെ ബയോളജിക്കൽ പാരന്റ്സിനെ ഏൽപ്പിക്കണമെന്നല്ലേ? എന്നിട്ട് ആ കുഞ്ഞെവിടെ പോയി? ശ്യാമിന്റെ ശാലിന്റെ കൂടെ കുഞ്ഞിപ്പോ ഇല്ലല്ലോ. ആ കുഞ്ഞ് ആ സറോഗേറ്റ് മദറിന്റെ കൂടെയാണ് വളരുന്നത് സർ. അതെങ്ങനെ ശരിയാവും ഡോക്ടർ? കുഞ്ഞ് സാധാരണ എൻ്റെ പാരന്റ്സിന്റെ കൂടെയല്ലേ ഉണ്ടാവേണ്ടത്? അപ്പോൾ ആ സറോഗേറ്റ് മദറിനെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു എന്നല്ലേ അതിന്റെ അർത്ഥം? നോ സർ, ആ സറോഗേറ്റ് മദർ ആ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതല്ല. ആ സറോഗേറ്റ് മദറിന്റെ പേര് സീത എന്നാണ്. ബേസിക്കലി ഇത്തരം ട്രീറ്റ്മെന്റുകളിൽ ട്വിൻസ് ഉണ്ടാകുന്നത് വളരെ കോമൺ ആണ്. ആൻഡ് ഞാൻ ആ ബയോളജിക്കൽ പേരൻസിനെ അത് ഇൻഫോം ചെയ്തിരുന്നതാണ് സർ. അതുപോലെ ആ 2 കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് സ്പെഷ്യൽ കെയർ വേണ്ടിവരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അവരുടെ ഹസ്ബൻഡ് ശ്യാം ഹയർ സ്റ്റഡീസിന് വേണ്ടി വിദേശത്തേക്ക് പോയി. ബാക്കിയുള്ള എല്ലാ ഫോർമാലിറ്റീസും അവരുടെ ഭാര്യ ശാലിനി നോക്കിക്കോളൂന്ന് പറഞ്ഞു. ബട്ട് ശാലിനി ഒന്നും തന്നെ ഫോളോ അപ്പ് ചെയ്തില്ല. ആൻഡ് ഈവൻ ഡെലിവറി പെയിൻ വന്നിട്ട് പോലും ഞാൻ എത്ര തവണ കോൾ ചെയ്തിട്ടും അവർ കോൾ പിക്ക് ചെയ്തത് പോലുമില്ല. ഡെലിവറി കഴിഞ്ഞു. 2 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞ് മാത്രം ജീവിച്ചു. പക്ഷേ ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും അവർ വന്നില്ല. ബേസിക്കലി ആ കപ്പിൾസിന്റെ വിവരം പോലും ഇല്ലായിരുന്നു സർ. ആസ് എ ഡോക്ടർ ആ സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു സർ? അവര് കാണാൻ വന്നില്ല എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കൊണ്ട് കളയണമായിരുന്നു, അതോ അനാഥാശ്രമത്തിൽ കൊണ്ടാക്കണമായിരുന്നു?
സീതയല്ലാതെ ഈ സിറ്റുവേഷനിലും മറ്റാരായിരുന്നെങ്കിലും എന്റെ കോൺട്രാക്ട് കഴിഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിനെ എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയനെ. പക്ഷെ സീത ആ കുഞ്ഞിനെ അവരുടെ കൂടെ വളർത്തി. ആ സറോഗേറ്റ് മദർ ആരാണെന്ന് എനിക്കറിയാം. ആരാ അത്? അത് വേറെ ആരുമല്ല ജിജു, സീത. സീതയാ സറോഗേറ്റ് മദർ. നിങ്ങളുടെ കുഞ്ഞ് സീതയുടെ അടുത്താ ഉള്ളത്. അതിനവളുടെ ഒപ്പാണ് സാക്ഷി. ആ ലെറ്ററിൽ സീത എന്ന് എഴുതിയത് ഞാൻ കണ്ടതാ. നോക്കൂ സർ, ഇയാള് മിസ്റ്റർ ശ്യാം. കുഞ്ഞ് ജനിച്ചപ്പോ ഒന്ന് കാണാൻ പോലും വരാതെ ഇപ്പൊ എനിക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി നടക്കുന്ന പുണ്യാത്മാവ്. ഹലോ റാം. ഹായ് സീത, കോൾ ബാക്ക് എന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ, എന്തു പറ്റി? ഓൾ ഓക്കെ? റാം, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നീ കംപ്ലീറ്റ്ലി കേട്ടിരുന്നല്ലോ അല്ലേ? റിയലി സോറി സീത, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിരുന്നു, ബട്ട് ഒന്നും ക്ലിയർ ആയിട്ട് ഓർമ്മ വരുന്നില്ല. ഐ ഡോസ്ഡ് ഓഫ്. എന്താണെന്ന് അറിയില്ല, ഇതുവരെ ഞാൻ ഇങ്ങനെയൊന്നും കിടന്ന് ഉറങ്ങിയിട്ടേ ഇല്ല. ബട്ട് എന്തോ ചെറിയ ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും ക്ലിയർ ആയിട്ട് ഓർമ്മ വരുന്നില്ല. എന്തു പറ്റി സീത? നീ ഇന്നലെ എന്താ എന്നോട് പറഞ്ഞത്? റാം, എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ്ലി കേട്ടിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. ഇപ്പൊ എവിടെയാ നിങ്ങളുള്ളത്? ഡോക്ടർ അനന്തലക്ഷ്മി മാഡത്തിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന. കംപ്ലൈന്റ് കൊടുത്തിരുന്നല്ലോ, അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വന്ന. അറ്റ് എനി കോസ്റ്റ് അവർ സത്യം പറഞ്ഞാൽ മതിയാവും. റാം, സീത, ഐ വിൽ കോൾ യു ബാക്ക്. റാം, ഒരു മിനിറ്റ്. ബൈ. We have to examine that matter. ഈ കേസ് ക്ലിയർ ആയിട്ടൊന്ന് സ്റ്റഡി ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ നിങ്ങളെ വന്ന് കണ്ടോളാം ഡോക്ടർ. ശ്യാം, How could you do this to me? How could you do this to me? പറയടാ, നീ എന്നെ ചതിക്കുവായിരുന്നല്ലേടാ? ശ്യാം, എന്തു പറ്റി? എന്റെ കൂടെ നടന്നിട്ട് എന്നെ വെറും വിഡ്ഢിയാക്കി കളഞ്ഞല്ലോടാ. പറയടാ, ഇതെല്ലാം നീ മനഃപൂർവ്വം മറച്ചു വെച്ചായിരുന്നില്ലേ? ആ ശ്യാം, എന്താ കാര്യം എന്നൊന്ന് കൃത്യമായിട്ട് പറയേ. ഒന്നും അറിയാത്ത പോലെ നാടകം കളിക്കല്ലേ രാമ. എന്റെ മകളെ അന്വേഷിച്ച് രാപ്പകലില്ലാതെ നടക്കുവാ ഞാൻ, തെണ്ടി നടക്കുവാ ഞാൻ. നിന്റെ വീട്ടിൽ എന്റെ കുട്ടിയെ വളർത്തിയിട്ട് നാടകം കളിക്കുവായിരുന്നല്ലേ? പറ, എന്തിനാടാ എന്നോട് ഈ ചതി കാണിച്ചേ? ശ്യാം, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിന്റെ കുഞ്ഞ് എന്റെ വീട്ടിലുണ്ടെന്നോ? അതെ, സിഹിയാണ് എന്റെ മകള്. ആൻഡ് അതെങ്ങനെയാടാ എന്റെ മകളെ നിന്റെ മകളെന്ന് വിളിക്കുന്നത്? സത്യം മറച്ചു വെച്ച് നാട ശ്യാം, എന്തൊക്കെയാ നീ പറയുന്നേ? വെറുതെ ഓരോന്ന് വിളിച്ചു പറയല്ലേ. ഇനഫ് റാം. ഇന്നലെ ചാന്ദ്രി പറഞ്ഞിരുന്നു, ഇൻഫാക്ട് ശാലു അത് പറഞ്ഞിരുന്നു. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. നിന്നെ ഞാൻ വല്ലാതെ വിശ്വസിച്ചു. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായടാ. നീയും നിന്റെ ഭാര്യയും നന്നായിട്ട് കബളിപ്പിച്ചു. ബട്ട് ഐ നോ ഹൗ ടു ഗെറ്റ് മൈ കിഡ് ബാക്ക്. ലിസൺ ശ്യാം, നീ പറഞ്ഞത് കേട്ടെന്റെ തല പൊളിയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്ലീസ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഏയ്,
നിന്റെ ഭാര്യ സരോഗേറ്റ് മദർ ആണെന്നുള്ള സത്യം നിനക്ക് അറിയില്ലെന്ന് മാത്രം പറയരുത്. വാട്ട്? You cheated us. Your wife cheated us. ഏയ്, നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചതാ. എന്നിട്ട് എന്നോട് ഈ ചതി കാണിച്ചല്ലോ. ഇത്രയും വർഷം നിന്റെ ഭാര്യ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു. ഇനിയും ഞങ്ങൾ ഇതുപോലെ ചതിക്കാന്ന് മാത്രം നിങ്ങൾ കരുതണ്ട. എല്ലാം ശരിയാക്കിക്കോളാം. എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. I know how to get my kid back and you see that. ശ്യാം ലിസൺ. റാം, ഡോക്ടർ എന്തൊക്കെയാണ് അവൻ പറഞ്ഞിട്ട് പോയത്? അവൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സീതയാണ് സരോഗേറ്റ് മദർ എന്നൊക്കെയാണ് അവൻ പറയുന്നത്. സീത അവരെ ചതിച്ചിട്ട് പോയി എന്നൊക്കെ അവൻ പറയുന്നത്. ഐ തിങ്ക് എന്തൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഡോക്ടർ. പ്ലീസ് സത്യം എന്താ നിങ്ങളെങ്കിലും പറ. ഇല്ല റാം, ശ്യാം പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ ഇത്രയും ദിവസം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സരോഗേറ്റ് മദർ സീതയാണ്. സിഹിയാണ് എന്റെ ഐ ട്രൈഡ് ഹെൽപ്പിംഗ് യു. എന്നാൽ കഴിയുന്നത് പോലെ എനിക്ക് പറ്റുന്നതിൽ കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ എനിക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കാൻ പോയത് വളരെ നിങ്ങൾ പറയുന്നത് റാം, റാം, സോറി സീത. നീ സരോഗേറ്റ് മദറാണെന്ന കാര്യം ഞാൻ ഒരിക്കലും റിവീൽ ചെയ്യില്ലെന്ന് നിനക്ക് പ്രോമിസ് ചെയ്തിരുന്നു. ബട്ട് ഇന്നെല്ലാം എന്റെ കൈവിട്ടു പോയി. വെരി സോറി സീത. ശാലിനി, ഷാലു, ശാലിനി, ഐ ഹാവ് എ ഹാപ്പി ന്യൂസ് ഫോർ യു. എന്താ ശ്യാം? കേട്ടാ നിനക്കും സന്തോഷവും. അത്രയും സന്തോഷമുള്ള കാര്യം അത്. എന്താ കാര്യം പറ. We got our kid back. Yes, Shalu. ആ സരോഗേറ്റ് മദർ ആരാണെന്ന് മനസ്സിലായോ? You know what? Sihi. Sihi is our child. What? സിഹി നമ്മുടെ മകളോ? അപ്പോ സീതയാണോ സരോഗേറ്റ് മദർ? എന്ന് വെച്ച ചാന്ദിനി പറഞ്ഞതെല്ലാം സത്യമായിരുന്നോ ശ്യാം? Yeah. ഞാൻ ചാന്ദിനി പറഞ്ഞെല്ലാം കേൾക്കണമായിരുന്നു. ഞാൻ വെറുതെ അവളോട് ദേഷ്യം പിടിച്ചിവിടുന്ന് പറഞ്ഞയച്ചു. She was right. സീതയാണ് ആ സരോഗേറ്റ് മദർ. സിഹിയ നമ്മുടെ മകൾ. ഇതുകൊണ്ടായിരിക്കും ഇതുവരെ ആരോടും ഇല്ലാത്തൊരു ബോണ്ടിങ് സിഹിയോട് എനിക്ക് തോന്നിയത്. സിഹിക്കും അതെ, എന്നെ അത്രയ്ക്ക് ഇഷ്ടം അവൾക്ക്. ഞാൻ എത്ര തവണ ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ സിഹിയെ പോലെ ആയിരിക്കണം നമ്മുടെ മകളെന്ന്.
എന്നിട്ടിപ്പോ സിഹിയ നമ്മുടെ മകള്. ഐ ആം സോ ഹാപ്പി ശാലു, ഐ ആം സോ ഹാപ്പി. നമ്മൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ടതിനും അനുഭവിച്ച വേദനയ്ക്കും ആ ദൈവം പരിഹാരം കണ്ടെത്തി. ദൈവം നമ്മുടെ കൂടെ നിന്നു. നിന്റെ വീട്ടിൽ എന്റെ കുട്ടിയെ വളർത്തിയിട്ട് നാടകം കളിക്കുവായിരുന്നല്ലേ? ശ്യാം, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിന്റെ കുഞ്ഞ് എന്റെ വീട്ടിലുണ്ടെന്നോ? സിഹിയാണ് എന്റെ മകള്. നിന്റെ ഭാര്യ സരോഗേറ്റ് മദറാണെന്നുള്ള സത്യം നിനക്ക് അറിയില്ലെന്ന് മാത്രം പറയരുത്. ഇത്രയും വർഷം നിന്റെ ഭാര്യ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു. ഇനിയും ഞങ്ങൾ ഇതുപോലെ ചതിക്കാന്ന് മാത്രം നിങ്ങൾ കരുതണ്ട. ശ്യാം പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ ഇത്രയും നാളും അന്വേഷിച്ച് നടന്ന സരോഗേറ്റ് മദർ സീതയാണ്. ഓ ഗോഡ്, എന്താ ഇതൊക്കെ? സീത സറോഗേറ്റ് മദർ ആയിരുന്നോ? എന്ന് വെച്ചാ എന്റെ സിഹിമോള്. ശ്യാമേ, ഞാൻ ഹെൽപ്പ് ചെയ്യണം നിന്നെ. നിന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ ഞാൻ നിന്നെ സഹായിക്കാം. താങ്ക് യു റാം. എന്തുകൊണ്ട് അവൾ എന്നോട് നേരത്തെ ഇതൊന്നും പറഞ്ഞില്ല? റാം, സിഹിയുടെ ജനനത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ തടഞ്ഞുകൊണ്ടേയിരുന്നു. Shit.